വാർത്തയിലേക്ക്. സംസ്ഥാന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് ഇടുക്കിയിൽ വിട്ടുകിട്ടിയ 50 ഏക്കർ സ്ഥലത്ത് മെഡിക്കൽ കോളേജിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുമെന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് നിപ്പയും എംപോക്സും നിയന്ത്രണ വിധേയമാണെന്നും പനംകളിൽ നിന്നും രോഗം പകരുന്ന വൈറസുകളെ ശാസ്ത്രീയമായി കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെന്നും പറഞ്ഞ മന്ത്രി ഇടുക്കി മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി വിഭാഗം ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നും വ്യക്തമാക്കി. ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തന അവലോകന യോഗമാണ് വെള്ളാപ്പാറ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ നടന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ, ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വിവിധ വകുപ്പ് തല നിർവഹണ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. മെഡിക്കൽ കോളേജിൽ വിവിധ ലാബുകളും ഹോസ്റ്റലുകളും സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളുടെ ഒരു ബ്ലോക്കും പൂർത്തിയാക്കിയതായി യോഗശേഷം മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഈ വർഷം ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നത് ഈ പരീക്ഷയ്ക്ക് മുമ്പ് ലാബുകൾ, മോഡുലാർ ലാബുകൾ ഉൾപ്പെടെയുള്ളവ സജ്ജമാക്കണമായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അത് ലേഡീസ് ഹോസ്റ്റലും ബോയ്സ് ഹോസ്റ്റൽ പൂർത്തീകരിച്ച് പെൺകുട്ടികളെ അവിടെ താമസിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ 2 ഹോസ്റ്റലുകളും കൂടി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ ഒരു ബ്ലോക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ മുഴുവൻ വർക്കുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് 50 ഏക്കർ സ്ഥലം ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ പേരിലേക്ക് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അവിടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. 6 മാസത്തിനുള്ളിൽ മറ്റു തീരുമാനമുള്ള എല്ലാ വർക്കുകളും പൂർത്തിയാക്കുവാൻ നിർമ്മാണ ചുമതലയുള്ള ഏജൻസിയായ കിറ്റ്കോയ്ക്ക് നിർദ്ദേശം നൽകി. കൂടാതെ ലിഫ്റ്റ്, ഫയർ സേഫ്റ്റി അനുമതിയും ലഭ്യമാക്കും. സംസ്ഥാനത്ത് നിപ്പയും എംപോക്സും നിയന്ത്രണ വിധേയമെന്നും ഈ മാസം 25-നോടുകൂടി നിരീക്ഷണത്തിലുള്ളവരെ റിലീസ് ചെയ്യുമെന്നും പറഞ്ഞ മന്ത്രി, പനങ്കല്ലിൽ നിന്നും ശാസ്ത്രീയമായി വൈറസുകളെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്നും ഇടുക്കി മെഡിക്കൽ കോളേജിൽ കാർഡിയോളജിയുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നും പറഞ്ഞു. ആദ്യം രോഗലക്ഷണം ഉണ്ടായ ദിവസം കണക്കാക്കുമ്പോൾ 25-ാം തീയതി 21 ആദ്യത്തെ ഇൻക്യുബേഷൻ പീരീഡ് പൂർത്തിയാകും. അപ്പോൾ 25-ാം തീയതി കുറേയേറെ ആളുകളെ ക്വാറന്റൈനിൽ നിന്ന് റിലീസ് ചെയ്യാൻ കഴിയും. എംപോക്സ് സംബന്ധിച്ച കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു നിരീക്ഷണമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അത് എല്ലാ കോൺടാക്ട്സും ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് രണ്ടാമതൊരാൾ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു ക്ലേഡ് വളരെ പെട്ടെന്ന് വ്യാപനശേഷിയുള്ളതാണ്. പനങ്കള്ളിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രീയമായി നമുക്ക് അത് പ്രൂവ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല. ബിജു വൈശൻപറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.